അതിർത്തിയിൽ വീണ്ടും ശബ്ദ കോലാഹലങ്ങൾ ഉയരുകയാണ്. ഇത്തവണ പാകിസ്ഥാൻ തങ്ങളുടെ പുതിയ ആയുധമായ ഫത്തേ-2 വിക്ഷേപിച്ചുകൊണ്ട് വലിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനെ തടയാൻ ആർക്കും കഴിയില്ലെന്നും ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പരിധിയിലാണെന്നുമാണ് പാക് സൈന്യത്തിന്റെ വീരവാദം. എന്നാൽ ഈ വീരവാദങ്ങൾ പറയുമ്പോഴും ഇന്ത്യയുടെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ബ്രഹ്മോസിന്റെയും അഗ്നിയുടെയും ഗർജനം പാകിസ്ഥാൻ മറന്നുപോകുന്നു. എന്താണ് ഈ ഫത്തേ-2? ഇത് ശരിക്കും ഇന്ത്യക്കൊരു ഭീഷണിയാണോ? അതോ ഇന്ത്യയുടെ പക്കലുള്ള വജ്രായുധങ്ങൾക്ക് മുന്നിൽ ഇത് വെറും കളിപ്പാട്ടം മാത്രമാണോ? നമുക്ക് പരിശോധിക്കാം. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ വീരവാദങ്ങൾ മുഴങ്ങുകയാണ്. ഫത്തേ-2 എന്ന തങ്ങളുടെ പുതിയ മിസൈലിന് മുന്നിൽ ഇന്ത്യയുടെ നഗരങ്ങൾ വിറയ്ക്കുമെന്നാണ് പാക് സൈന്യത്തിന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദങ്ങൾ വെറും ജലരേഖയാണെന്ന് തെളിയിക്കാൻ ഇന്ത്യയുടെ പക്കൽ 2 വജ്രായുധങ്ങളുണ്ട്, അഗ്നിയും ബ്രഹ്മോസും. പാകിസ്ഥാൻ ഫത്തേയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ ഈ ബ്രഹ്മാസ്ത്രങ്ങളെയാണ്. 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്തേ-2 മിസൈൽ വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താമെന്ന് പാകിസ്ഥാൻ കരുതുന്നത്. ഹരിയാനയും പഞ്ചാബും ജമ്മുവും ഒക്കെ തങ്ങളുടെ പരിധിയിലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചരിത്രം അവർക്കൊരു പാഠം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബരാക്ക്-8 ഉപയോഗിച്ച ഇന്ത്യ അവരുടെ മോഹങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതാണ്. ഇന്ന് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലാണ്. പാകിസ്ഥാൻ ഒന്ന് തൊടുക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയുടെ സൈന്യം ഇന്ന് സുസജ്ജമാണ്. ആദ്യം നമുക്ക് ബ്രഹ്മോസിനെ കുറിച്ച് സംസാരിക്കാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ കുതിച്ചു പായുന്ന ഈ മിസൈലിനെ തടയാൻ ഇന്നത്തെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് സത്യം. കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശത്ത് സുഖോയ് വിമാനങ്ങളിൽ നിന്നോ ഇത് വിക്ഷേപിക്കാം. പാകിസ്ഥാന്റെ അതിർത്തി കിടന്ന് അവരുടെ താവളങ്ങൾ കൃത്യമായി തകർക്കാൻ ബ്രഹ്മോസിന് വെറും മിനിറ്റുകൾ മതി. ലക്ഷ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാത്ത കൃത്യതയാണ് ബ്രഹ്മോസിന്റെ കരുത്ത്. ഫത്തേ-2 പോലുള്ള മിസൈലുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിലും കരുത്തിലുമാണ് ബ്രഹ്മോസ് ശത്രുവിനെ വേട്ടയാടുന്നത്. ഇനി അഗ്നി മിസൈലുകളുടെ കാര്യം. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ കരുത്തിന്റെ നട്ടെല്ലാണ് അഗ്നി സീരീസ്. അഗ്നി 1 മുതൽ അഗ്നി 5 വരെ നീളുന്ന ഈ മിസൈലുകൾക്ക് പാകിസ്ഥാനിലെ ഏത് കോണിലും ചെന്നെത്താനുള്ള ശേഷിയുണ്ട്. 700 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്ററിന് മുകളിൽ വരെ ദൂരപരിധിയുള്ള അഗ്നി മിസൈലുകൾക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്ന രാജ്യം മുഴുവനായി തന്നെ ലക്ഷ്യസ്ഥാനമാണ്. പാകിസ്ഥാൻ ഒരു മിസൈൽ അയക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അവരുടെ കേന്ദ്രങ്ങൾ തകർക്കാൻ അഗ്നിക്ക് സാധിക്കും. നമ്മുടെ ഈ ആയുധങ്ങൾ വെറും പ്രദർശനത്തിനുള്ളതല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് കൈയും തകർക്കാനുള്ള കരുത്താണ്. പാകിസ്ഥാന്റെ സ്വന്തം കമ്പനിയായ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡിഫൻസ് സൊല്യൂഷൻസ് നിർമ്മിച്ച ഈ ഫത്തേ-2 മിസൈൽ റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക വിദ്യയോട് കിടപിടിക്കുന്നതെന്നാണ് അവരുടെ വാദം. ഏകദേശം 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് ഒരേ സമയം 1-ലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഹരിയാനയിലെ സിർസ മുതൽ പഞ്ചാബിലെ പത്താൻകോട്ട് വരെയുള്ള ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ഈ മിസൈൽ മതിയെന്നാണ് പാക് മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കുന്നത്. തങ്ങളുടെ സൈനികർക്ക് ആത്മവിശ്വാസം നൽകാൻ വേണ്ടി നടത്തിയ ഈ പരീക്ഷണ വിക്ഷേപണം യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ചരിത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ നമ്മൾ ബരാക്ക്-8 മിസൈൽ ഉപയോഗിച്ച അവരുടെ മോഹങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തിട്ടുള്ളതാണ്. ഡൽഹിയെ ലക്ഷ്യമാക്കി തൊടുത്ത മിസൈലിനെ ഹരിയാനയ്ക്ക് മുകളിൽ വെച്ച് വെണ്ണീറാക്കിയ ആ ചരിത്രം ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധം ഇന്ന് വെറും വാക്കുകളിലല്ല. റഷ്യൻ നിർമ്മിത S-400 ട്രയഫ് എന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ അതിർത്തികളിൽ വിന്യസിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഈ സിസ്റ്റത്തിന് മുന്നിൽ ഫത്തേ-2 എന്നത് ഒരു ചെറിയ വെല്ലുവിളി പോലും ഉയർത്തുന്നില്ല. ഇതിനു പുറമെ നമ്മുടെ സ്വന്തം ആകാശ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളും ഒരു ഉരുക്കുകോട്ട പോലെ ഇന്ത്യയെ സംരക്ഷിക്കുന്നുണ്ട്. ഇനി തിരിച്ചടിയുടെ കാര്യം നോക്കാം. പാകിസ്ഥാൻ ഫത്തയുമായി വന്നാൽ അവരെ സ്വീകരിക്കാൻ ഇന്ത്യയുടെ പക്കൽ ബ്രഹ്മോസ് എന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഉണ്ട്. ആകാശത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ കടലിൽ നിന്നോ ഒരേപോലെ മരണവേഗതയിൽ കുതിക്കാൻ ബ്രഹ്മോസിന് കഴിയും. കൂടാതെ 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള പൃഥ്വി-2 500 കിലോമീറ്റർ വരെ ലക്ഷ്യം വെക്കുന്ന
പ്രളയ്, പിന്നെ 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ശത്രുവിനെ തകർക്കുന്ന അഗ്നി മിസൈലുകൾ. ഇവയ്ക്കെല്ലാം പുറമെയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന പിനാക്ക റോക്കറ്റ് സിസ്റ്റം. പിനാക്കയുടെ പുതിയ പതിപ്പുകൾ 400 കിലോമീറ്റർ വരെ ദൂരപരിധി കൈവരിക്കുന്നതോടെ പാകിസ്ഥാന്റെ ഏതൊരു നീക്കത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പാകിസ്ഥാൻ തങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുകയല്ല. ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത്. കാരണം പ്രതിരോധ രംഗത്ത് ഇന്ന് ഇന്ത്യ ഒരു സ്വയം പര്യാപ്ത രാജ്യമായി മാറിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്നിക്കും ബ്രഹ്മോസിനും പുറമെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണങ്ങളിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. ശബ്ദത്തേക്കാൾ 5-6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ വന്നാൽ ലോകത്തെ ഒരു റഡാർ സിസ്റ്റത്തിനും അവയെ കണ്ടെത്താനോ തടുക്കാനോ കഴിയില്ല. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ മിസൈലുകൾ അതിർത്തികളിൽ വിന്യസിച്ച് തുടങ്ങുന്നതോടെ ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളും പാളും. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന രാജ്യമല്ല. സമാധാനമാണ് നമ്മുടെ നയം. പക്ഷേ ആ സമാധാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ ആഞ്ഞടിക്കാൻ മടിക്കാത്ത ഒരു പുതിയ ഇന്ത്യയാണ് ഇന്നുള്ളത്. പാകിസ്ഥാൻ വിക്ഷേപിക്കുന്ന ഓരോ ഫത്തേ മിസൈലും മറുപടിയായി ഇന്ത്യയുടെ 100 ആയുധങ്ങൾ ഇന്ന് തയ്യാറാണ്. ഇനി നമുക്ക് പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയവും മിസൈൽ കരുത്തും ഉയർത്തിക്കാട്ടാറുണ്ട്. ഇന്ത്യയുമായി സമാധാനം വേണമെന്ന് ഒരു കൈകൊണ്ട് പറയുമ്പോഴും മറുകൈകൊണ്ട് മിസൈൽ പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇരട്ടത്താപ്പാണ് ഷഹബാസ് ഷെരീഫ് നടത്തുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നയം വ്യക്തമാണ്. ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല. ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു സാമ്പത്തിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ബജറ്റും സാങ്കേതിക വിദ്യയും പാകിസ്ഥാനേക്കാൾ എത്രയോ മടങ്ങ് മുകളിലാണ്. ഷഹബാസ് ഷെരീഫ് തന്റെ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും ഇത്തരം സൈനിക പരീക്ഷണങ്ങൾ നടത്തുന്നത് വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് ലോകത്തിനറിയാം. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊന്നാണ്. പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തിനു വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ ഏകദേശം 8 ഇരട്ടി തുകയാണ് ഇന്ത്യ പ്രതിരോധത്തിനായി നീക്കിവെക്കുന്നത്. ഈ പണം അത്യാധുനിക ആയുധങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ ചൈനീസ് വിമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യയുടെ പക്കൽ ഫ്രഞ്ച് കരുത്തായ റഫാൽ വിമാനങ്ങളുണ്ട്. കൂടാതെ ആകാശത്ത് വെച്ച് തന്നെ ശത്രു മിസൈലുകളെ തകർക്കുന്ന S-400 ഇന്ത്യയുടെ അതിർത്തികളെ ഒരു സുരക്ഷിത കവചമാക്കി മാറ്റുന്നു. പാകിസ്ഥാന്റെ ഏത് മിസൈലിനെയും അത് വിക്ഷേപിക്കുന്ന നിമിഷം തന്നെ കണ്ടെത്താനും തകർക്കാനും നമ്മുടെ റഡാറുകൾക്ക് സാധിക്കും. സമുദ്രത്തിലും ഇന്ത്യയാണ് രാജാവ്. വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളുമുള്ള ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാന്റെ നാവികശേഷി വളരെ പരിമിതമാണ്. അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഒരു നീക്കം നടത്താൻ പോലും അവർക്ക് ഭയമാണ്. ഷഹബാസ് ഷെരീഫിന്റെ ഭരണത്തിന് കീഴിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ ഇന്ത്യ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ പ്രതിരോധം തീർക്കുകയാണ്. ആധുനിക യുദ്ധമുറകളിൽ ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ പ്രധാനം അവയുടെ കൃത്യതയും സാങ്കേതിക വിദ്യയുമാണ്. അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ പതിറ്റാണ്ടുകൾ മുന്നിലാവുന്നത്. പാകിസ്ഥാന്റെ ഓരോ വെല്ലുവിളിക്കും ഇന്ത്യ നൽകുന്ന മറുപടി നമ്മുടെ അതിർത്തികളിലെ സമാധാനമാണ്. ഇനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും വെറും ഒരു പ്രദർശന വസ്തുക്കളല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും തളരാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളങ്ങളാണ്. അതിർത്തികളിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുമ്പോഴും പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഭാരതം കാത്തു സൂക്ഷിക്കുന്ന ഇത് നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് നമ്മുടെ കരുത്താണ്. ഇന്ന് നാം കാണുന്ന ഈ പ്രതിരോധ മികവ് കേവലം കുറച്ച് മിസൈലുകളിൽ ഒതുങ്ങുന്നതല്ല. അത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും സൈനികരുടെയും അചഞ്ചലമായ കാവലിന്റെയും ഫലം തന്നെയാണ്. ലോകം മുഴുവൻ ഇന്ത്യയുടെ വളർച്ചയെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കാനും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനും നമ്മുടെ രാജ്യം ഇന്ന് സജ്ജമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.